ഹായ്, ഇന്ന് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു മുകളിലത്തെ അവസ്ഥ. എന്താണെന്നറിയില്ല, കുറേ ജിയോയുടെ ബോക്സ് ഉണ്ട്, കുറേ കേബിൾസ് ഉണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ ഇക്കാക്കടുത്ത് ചോദിച്ചപ്പോൾ ഇക്കാക്ക പറഞ്ഞത് നമ്മളുടെ വൈഫൈ കണക്ഷൻ മാറ്റാൻ പോകുകയായിരുന്നു. നമ്മൾ ഏഷ്യാനെറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് ജിയോയിലേക്ക് മാറ്റുക എന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ഇരുട്ടാവണ ആ ഒരു ടൈമായി. നമ്മൾ ഇവിടെ ഉണ്ടായില്ല. ഇവിടെ നമ്മളിത് തീരുമാനം എടുത്തതിന് ശേഷം ഇവിടെ പകലൊന്നും ഉണ്ടായില്ല. അപ്പോൾ രാത്രി ആയപ്പോഴാണ് ആൾ വന്നത് നമുക്കിത് റെഡിയാക്കി തരാനായിട്ട്. അത് കാരണം ടോർച്ച് വെളിച്ചത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. ഇത് കേബിൾ ഇത്രയും വേണ്ടി വരും നമുക്ക് അവിടേക്കും ഇവിടേക്കും എവിടേക്കൊക്കെ വലിക്കാൻ വേണ്ടിയിട്ടുള്ള കേബിൾസാണ്. ടോട്ടൽ ഇത്രയും കേബിൾസ് തന്നെ വേണ്ടി വരുമെന്നാണ് അവർ പറഞ്ഞത്. ഇതെന്തോ 100 മീറ്ററാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല കേട്ടോ. ഇനി ഈ കേബിൾസ് എല്ലാം നമ്മൾ താഴേക്കും മുകളിലേക്കും ഒക്കെ വലിക്കാനുണ്ട്. ടി വിയുടെ കണക്ഷനിലേക്ക്, അതുപോലെ ഇതിന് കുറച്ച് കണക്ഷനൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ വലിക്കാനുണ്ട്. ഇപ്പോൾ ഇവർ ടി വിയിലേക്ക് കൊടുക്കാനുള്ള കണക്ഷന് വേണ്ടിയിട്ടുള്ള കേബിൾ വലിക്കാനാണ് പോകുന്നത്. ഇത് എനിക്ക് ഇവിടുത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് ഇപ്പോഴും വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. ഞാൻ മറന്നു ഏതാ ലൈറ്റെന്ന്. ഇപ്പോൾ നമ്മൾ വലിക്കുന്നത് ടി വിയിലേക്ക് കൊടുക്കാനുള്ള കണക്ഷനാണ്. ഇത് നമുക്ക് ഓൾറെഡി കുറേ കേബിൾസും കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടാണെന്നൊന്നും അറിയില്ല, എന്നാലും കുറേ കേബിൾസും കാര്യങ്ങളും വീടിന് ചുറ്റുമുണ്ട്, എവിടെ നിന്നൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇപ്പം നമ്മൾ എടുത്ത കേബിൾ ഇത് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളത് താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ കേബിൾ അങ്ങനെ നമ്മൾ താഴേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് താഴെ പോയി നമ്മൾ വലിച്ച് ടി വിയിലേക്ക് കണക്ട് ചെയ്യണം. ഈ ടോർച്ച് ലൈറ്റ് എത്തിച്ചിട്ട് എന്തിനാണ് പോണതെന്നറിയില്ല. ഫുൾ ടൈം ടോർച്ചാണ് കേട്ടോ. ഇരുട്ടത്താണ് നമ്മുടെ വൈഫൈ കണക്ഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മുകളിൽ വന്നതിന് ശേഷം വീണ്ടും കേബിൾസ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇതാണ് ഐറ്റം. ഇതിലേക്ക് ഇനി നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എതർനെറ്റ് ബൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആ കേബിളിൽ പിടിപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാൻഡ് ഇട്ട് അത് ഫിക്സ് ചെയ്ത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ഫസ്റ്റ് കണക്ഷൻ കൊടുക്കുന്നത് ഈ ഒരു ഐറ്റത്തിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു വൈറ്റ് കളറ് ജസ്റ്റ് ഒരു ബോക്സ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇനി നമ്മൾ താഴേക്ക് പോകണം. താഴെ ചെന്ന് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ബോക്സ് കൂടി ഉണ്ട്. ഇതിലാണ് നമുക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടോ, ഇപ്പോൾ സാധാരണ ലൈറ്റ് കാണിക്കൂലേ, അതന്നെ സംഭവം. നമ്മുടെ നോർമൽ വൈഫൈ കണക്ഷൻ എങ്ങനെയാണോ അത് തന്നെയാണ് സംഭവം. പക്ഷേ ഇതിൽ കുറച്ചുകൂടിയും ഗ്ലാമറസ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. കണ്ടില്ലേ, വൈറ്റാണ് ഫുൾ വരുന്നത്. അതിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. നമുക്കത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അഭംഗിയൊന്നും തോന്നില്ല. ഇനി വൈഫൈയിലേക്ക് നമുക്കിനി കണക്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ബോഡി സ്പാർട്സ് ആണോ കാണുന്നത്, അതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കേബിളിലേക്കും അല്ലാണ്ട് ആ ഒരു മോഡത്തിലേക്കും എല്ലാം കണക്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഓണാക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു റെഡ് ലൈറ്റിലാണ് കാണുന്നത്. ഇതിലിനി വൈഫൈ കണക്ഷൻ വരുമ്പോൾ അത് ഗ്രീൻ കളറാവും. നോർമൽ തിങ് തന്നെ കേട്ടോ. ഇത് കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കറണ്ട് വരുള്ളൂ. അത് കഴിഞ്ഞിട്ടില്ല, മോളിൽ ചെയ്തിട്ട് വേണം ഇതിപ്പോ മോളിൽ കറണ്ട് വരാൻ വേണ്ടിട്ടേ ഇത് കണക്ട് ചെയ്തിട്ട് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ഇത് ഓൺ ആക്കി ഇടണോ അല്ലേ? മുകളിലത്തെ ആക്ടിവേഷൻ ചെയ്ത് ഓൺ ആക്കിയണം. മുകളിൽ അതിനകത്ത് അതിനകത്ത് ഇതിനാണ് ഇതിനകത്ത് ഏറ്റവും to protect it from predators. Let's check it out. There we go. Wow, that's awesome. What kind of dinosaur is this? This is a Parasaurolophus. Parasaurolophus. ഇവിടെയാണ് വർക്ക് ചെയ്യണം. അപ്പം അതേ പുറത്തുനിന്ന് വെച്ചാൽ നല്ല ഇരുട്ടാണ്. ഇപ്പം ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഈ സമയത്താണ് ജിയോയുടെ ഇത് വന്നേക്കുന്നത്.
അപ്പോൾ മുകളിലേക്ക് ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഇരുട്ടായിരിക്കും. അപ്പോൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആരോ കൊണ്ടുവന്നു, ആരോ ആ ടേബിളിൽ വെച്ച പഴം ഞാൻ എടുത്ത് തിന്നുകയാണ്. ഉച്ചക്ക് മുതൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല, അതാണ് എനിക്ക് ഇത്രയും വിശപ്പ്. മുകളിൽ പോയി നോക്കാം. ഇനിയാണ് മെയിൻ വർക്ക് വരുന്നത്. ഈ മോഡം നമ്മൾ ഫിക്സ് ചെയ്യണം. അതിന് മുമ്പ് എവിടെയാണ് ഏറ്റവും നല്ല റേഞ്ച് ഉള്ളതെന്ന് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. അവർക്ക് എന്തോ ആപ്പും കാര്യങ്ങളുണ്ട്, അത് വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിതേ ഇവിടെയാണ് ഇതിൽ ആപ്പ് ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നത്. അത് കാരണം നമ്മളിത് അഴയാണ് കേട്ടോ, അഴയുടെ ഒരു കമ്പിയാണ്, അതുമ്മയാണ് നമ്മളിത് ഫിക്സ് ചെയ്യണം. വേറെ വെയിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്ക്രൂ ചെയ്ത് ഒന്ന് ഡ്രിൽ ചെയ്ത് അത് ഫിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നെറ്റ്വർക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ആ റെഡ് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ഒരു കമ്പി ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഉള്ള കാരണം പെട്ടെന്ന് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. റേഞ്ച് അവിടെ തന്നെ കിട്ടുകയും ചെയ്തു, അതാണ് ഏറ്റവും മെയിനായിട്ട് വന്നത്. ഇനി കേബിൾസ് കുറച്ചധികം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നാളെ രാവിലെ വന്നിട്ട് അവർക്ക് ഇത് കണക്ഷൻ കൊടുക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് കുറച്ച് കേബിൾ രാത്രി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ കേബിൾസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കുറച്ച് കൂടുതൽ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കണ്ടില്ലേ, റൗണ്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് താഴെ പോകാൻ. ആരെയും ഒളിഞ്ഞു നോക്കണേ. ഓ, ഇതിൽ കൂടെയാണോ കേബിൾ തന്നെ? എൻ്റെ പൊന്നെ പല്ലി. ഞാൻ പിന്നെ ഡെയിലി ഇപ്പോൾ പൂച്ചനെ കേട്ടാണ്. എന്നോട് നന്ദി വേണം, നന്ദി. പൂച്ചക്കുണ്ട്. അവള് ഇവിടെ വരുമ്പോൾ തന്നെ പ്രാന്ത് പിടിച്ച വന്നത്. എനിക്ക് 2 പല്ലി, വെളുപ്പിന് 4 മണിക്ക് എനിക്ക് 2 പല്ലീനെ പിടിച്ചാന്ന് പറഞ്ഞോണ്ട് അവന് ഒടിഞ്ഞു പോവും. ഞങ്ങളങ്ങനെ ജിയു ടിവിയിലേക്ക്. ജിയോ TV ആണോ? ഇതെന്താ സംഭവം? എയർ ഫൈബർ എന്നൊക്കെ വലിയ പേരാണ്. എന്താണെന്ന് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എനിക്ക് വലിയ കത്തിയിട്ടില്ല. ഞാൻ കുറച്ച് നേരം, ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വയറൊക്കെ വരുന്നുണ്ട്. അപ്പുറത്തേക്കൂടി ഇടണം. ജനൽ തുറക്കണോ? ഓ, വന്നോന്ന് നോക്കടാ. ആ, വന്നു. യെസ്, എന്നാ വലിക്കാം. കിട്ടി. ഇനി മതി, അത്ര മതി. അപ്പം നേരത്തെ സ്ഥലത്ത് നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ മുകളിലേക്ക് ചേഞ്ച് ആക്കി. കമ്പനി സാധനത്തിന് ബാക്കി 28 തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ ഉണ്ടോ? ഇത് വേറെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതാണ് ഇൻസ്റ്റാളേഷൻ. മാപ്പ് റെഡിയാക്കി
ഇത് ഈ വീടിന്റെ മാപ്പാണോ? സെലക്ട് ചെയ്യണ്ടേ എത്ര ബെഡ്റൂമുള്ള വീടാണ് സെലക്ട് ചെയ്യും. രണ്ട് ബെഡ്റൂം ആണെങ്കിൽ എന്ത് രണ്ട് ബെഡ്റൂം അങ്ങനെ സെലക്ട് ചെയ്യണം. ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഓ ബെഡ്റൂമിനനുസരിച്ച് അതും സെലക്ട് ചെയ്യണം. അപ്പൊ വൈഫൈ കൊണ്ട് വെക്കുന്നത് ഹാളിന്റെ സെന്ററിൽ വെച്ച് അങ്ങനെ ബിൽഡിംഗ് ഐഡിയൊക്കെ അടിച്ച് അത് സെറ്റാക്കി അപ്ലോഡ് ചെയ്യണം. അതെന്താണ് ജിയോയുടെ നെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഗ്രീൻ ലൈറ്റ് അതിൻ്റെയാണ്. നോർമൽ വൈഫൈ കണക്ഷൻ പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ടി വിയിൽ ഇത് കണക്ഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് താഴെ പോയി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അവരുടെ കുറേ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവർ ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പോൾ നമ്മൾ ടി വി കണക്ട് ചെയ്തേക്കുന്നത് ജിയോയിലാണ് കേട്ടോ. എല്ലാം നല്ല ഡീസൻ്റായിട്ട് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറൊക്കെ ഫ്രീ ഉണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇതൊന്ന് വന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോഴാണ് ഇന്നലെ വന്ന് ജിയോ ഫിക്സ് ചെയ്ത് തരുന്നല്ലോ. അത് രാത്രിയിലായാലും ഒന്നും കാണിക്കാനൊന്നും പറ്റിയില്ല. രാത്രി ഇരുട്ടായിരുന്നു. ഇപ്പം ഞാൻ മുകളിൽ വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇവിടെ കുറേ എന്തൊക്കെയോ വയറൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ ഇവിടെ വയറും കാര്യങ്ങളൊക്കെ കിട്ടി വെച്ചൊക്കെ ഞാൻ ഈ സംഭവം ഒന്ന് കാണിച്ചു തരാം. എന്താ ഇതാണ് ഐറ്റം, ഇതാണ് മോഡം. ഇതെന്താണ് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിഞ്ഞൂടാ. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി സ്ക്രൂ ചെയ്ത് തരുന്നല്ലോ, അത് ഈ ഒരു സംഭവം ഉണ്ട് ഇന്നലെ. പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ വയറ് നമ്മൾ രാത്രി ആയതുകൊണ്ട് അഡീഷണലായിട്ട് കുറച്ചധികം വയറ് വലിച്ചേർന്നു തോന്നുന്നു. എന്തിനാന്ന് എനിക്കല്ലേ എടുത്തില്ല. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്രയും അഡീഷണൽ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ ഒരു ഗ്ലാൻഡ് വരുന്നുണ്ട്. അതാ വയറ് ജസ്റ്റ് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് മഴയൊന്നും ഇതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇന്നലെ രാത്രി തന്നെ ചോദിച്ചിരുന്നു, ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ മഴയൊക്കെ കൊണ്ടാൽ ഇഷ്യൂ ആവില്ലേന്ന്. പക്ഷെ അവർ പറഞ്ഞു അങ്ങനെ ഇഷ്യൂ ആവില്ല. നമ്മുടെ അഴയില്ലേ, അഴക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന ജസ്റ്റ് ഇതേപോലെ ഇട്ടിരിക്കുന്ന ആ ഒരു കമ്പിയിൽ തന്നെയാണ് ഇത് ഫിക്സ് ചെയ്തേക്കണേ. കണ്ടോ, വേറെ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഏതൊക്കെയോ ഭയങ്കര ഇത് വെച്ചേനെ പിന്നെ ആ ഭാഗത്ത് കുറേ സ്പേസും അങ്ങോട്ട് പിന്നെ കയറാനൊന്നും പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഇത് നല്ലൊരു എന്താ പറയുക, ക്ലാസിക് ലുക്കാണോന്ന് വെച്ചാൽ ക്ലാസിക് ലുക്കാണ്. അന്ന് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ചെറിയ ഡിസൈനൊക്കെ ഉണ്ട്. വെയിൽ കൊണ്ടേയും ഇതെന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അതാ ഇവിടെ 2-3 ലൈറ്റും കാര്യങ്ങളും. ഇതെന്തോ ഒരു പ്രസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അത് ഞാൻ ഇക്കാക്ക വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് 5G ആണ് ഇപ്പോൾ. കണ്ടോ, ഇത് 5Gയുടെ ആണ്. ഇതാണ് ഇന്നലെ നമ്മൾ ഫിറ്റ് ചെയ്തത്. ഇതിൻ്റെ താഴെ പോർഷനിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യാൻ അവരെന്തോ ആപ്പ് വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലായിരുന്നു, ഈ ഒരു ഭാഗത്തായിരുന്നു അത് ഫിക്സ് ചെയ്യാൻ നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അവർ എന്തോ വേറെ ഏതോ രീതിയിൽ ഇവിടെ കണക്ഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് അവസാനം ഈ ഭാഗത്താണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് റേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞത്. അവിടെ കല്ലിത്തേങ്ങയുടെ മരത്തിൻ്റെ ഇലയൊക്കെ ഫുൾ ചുവന്നെടുക്കണ്ടോ. ഇവിടെ ഫുൾ ആ ഒരു മരമാണ് കണ്ടോ ചുവന്നെടുക്കണമെന്നോ. അപ്പോൾ എനിക്ക് പോകാനുള്ള ടൈമായി. ഇന്നലെ നമ്മൾ പച്ചക്കറിക്ക് വേണ്ടി വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ താഴേക്ക് ഒരു വള്ളി ഏതോ ഒരു കോവക്കയെന്ന് തോന്നുന്നു, പടവലങ്ങ അങ്ങനത്തെ ഇതാണ് കണ്ടോ, ഇത് പടർന്നു തന്നെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് ഇവിടെ ഇട്ടിരിക്കുന്നതാണ്. അതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷം നമുക്കത് ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താ സംഭവം, ഇത് കിളിക്കൂടാണ് ഗൈസ്. കണ്ടോ, ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കിളിക്കൂടാണ്. കണ്ടോ, എൻ്റെ ഉള്ളിൽ മുട്ടയൊന്നുമില്ല. കണ്ടോ, കിളിക്കൂടാണ്. ഇതെന്താ ഏത് കിളിയുടെ എന്നോ ഒന്നും പിടുത്തമില്ല കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ.
അങ്ങനെ എനിക്ക് പോകാനുള്ള ടൈമായി. ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ്. എന്നിട്ട് ബാക്കി വ്ളോഗ് ചെയ്യാം കേട്ടോ. ഇന്ന് ലേറ്റായിട്ട്